Good morning, friends. Welcome back to India Goes Electric by Maruti Suzuki with E Vitara. നമ്മൾ ചെന്നൈയിൽ നിന്ന് സ്റ്റാർട്ടായി അവിടെ നിന്ന് ഓൺ ദ വേ നമ്മൾ കാഞ്ചിപ്പുറത്ത് നിന്നു. അവിടെ നിന്നിട്ട് അവിടുത്തെ ഒരു കാഞ്ചിപ്പുറം നമുക്കുള്ളത് ഫേമസ് ആണ് നമ്മുടെ സിൽക്കും സാരിക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ സാരികളിലൊക്കെ അവിടെയൊക്കെ കണ്ടു, അവിടുത്തെ ഒന്നെണ്ണം വാങ്ങിച്ചു. പിന്നെ അവിടെ നമ്മൾ ബാംഗ്ലൂരിലോട്ട് വന്നുകൊണ്ടിരിക്കാൻ നേരത്ത് അവിടെ നമ്മൾ വേലൂർ ഫോർട്ട് സിറ്റി എന്ന ഒരു പ്ലേസിൽ കയറി. അതൊരു ഫോർട്ട് സിറ്റി ആയിരുന്നു, നല്ല രസമായിട്ടുണ്ടായിരുന്നു. മൊത്തം ആ ഫോർട്ടൊക്കെ നല്ല രസമായിട്ട് വെള്ളത്തിൻ്റെ ഇടയിലാണ്. ഓക്കെ, മൊത്തം സറൗണ്ട് വെള്ളമാണ്. പിന്നെ അവിടെ കേട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ മൊത്തം ക്രോക്കഡൈലൊക്കെ വെച്ച് വളർത്തു പറഞ്ഞത്ര. അപ്പോൾ അകത്ത് പോയി നോക്കുമ്പോൾ അതേപോലെ നമ്മുടെ അമ്പലം പറഞ്ഞുണ്ട്, ശിവൻ്റെ അമ്പലം. അതാണ് ജലകണ്ഠേശ്വർ എന്നൊരു ടെമ്പിൾ. അതിൻ്റെ അകത്തും അതേപോലെയാണ് വെള്ളത്തിൽ. അതിൻ്റെ പേര് തന്നെ അറിയാം, ജലകണ്ഠേശ്വർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ളത് കണ്ഠേശ്വർ. അതുപോലെയാണ് എൻ്റെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരുന്നത്. അതും കാണാൻ നല്ല രസമായിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ ബാംഗ്ലൂരിലോട്ട് വിട്ടു. ബാംഗ്ലൂർ ഒരു രാത്രി 8-8:30 എത്തി. പിന്നെ ഞങ്ങളിവിടെ ദൊണ്ണ ബിരിയാണി കഴിച്ചു, റെസ്റ്റ് എടുത്തതാ. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് മധുരയിൽ പോകാനുള്ള പ്ലാനാണ്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ പറയാനുള്ള എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ട്രിപ്പ് സ്റ്റാർട്ടാക്കിയിട്ട് ഒരു 3000 കിലോമീറ്റർ വരെ കവർ ചെയ്തു. ഓക്കെ, എത്ര സ്മൂത്ത് ആയിരുന്നു വണ്ടി, അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്കുള്ളത് മധുരയിൽ തൊട്ട് കന്യാകുമാരി മാത്രം. ലാസ്റ്റ് ഒരു സ്ട്രെച്ച് കൂടെയുള്ള ബാക്കി. ഫ്രണ്ട്സ്, ഇത്രയും വലിയ സ്ട്രെച്ച് ഇത്രയും വേഗം തീർന്നു ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനത്തെ ഒരെണ്ണം ഇങ്ങനെ കൂടി ചെയ്യണം നമുക്ക്. ക്യാച്ച് ചെയ്തേ. വെൽക്കം ബാക്ക് ടു ഇന്ത്യ ഗോസ് ഇലക്ട്രിക് ബൈ മാരുതി സുസുക്കി വിത്ത് ഇ വിറ്റാര. ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ മധുരയിൽ പോകുന്ന വഴിയിലാണ്. ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത പോലെ കാറിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓൺ ദ വേ നല്ലൊരു ലൊക്കേഷൻ കിട്ടി. ഇവിടെ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിനെ പറ്റി കാണിച്ചു തരാം. ഫ്രണ്ട്സ്, വായോ, എൻ്റെ കൂടെ വായോ. ഇതാ ഫ്രണ്ട്സ്. ഓക്കെ, ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ടാക്കാം. നമ്മൾ ഇൻ്റർ ആവുന്ന പ്ലേസിൽ ഇത് നമ്മുടെ മൊത്തം ഡാഷ്ബോർഡും നമ്മുടെ ഡോർസൊക്കെ ഡ്യുവൽ ടോണിലാണ് വെച്ചിരിക്കുന്നത്. ഇത് മൊത്തം സോഫ്റ്റ് ടച്ചാണ്. നമുക്ക് പ്രസ് ആക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് ഇത്തിരി ഹാർഡാണ്. നമുക്ക് പിയാനോ ബ്ലാക്കിൽ നല്ല രസമായിട്ട് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഡോർ ഓപ്പണിംഗ് ചെയ്യുന്ന ബട്ടൺസ് ഒക്കെ ക്രോമിലാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ അകത്തേക്ക് വന്ന് കാണിക്കാം ഫ്രണ്ട്സ്. ഓക്കെ, ഇത്തിരി വെളിച്ചം കുറവ് തോന്നല്ലേ? എപ്പോഴോ ഇത് നല്ല വെളിച്ചമല്ലേ? ഇതാണ് ഇപ്പോഴത്തെ ഡിഫറൻസ്. ഈ നമ്മുടെ ഈ സൺറൂഫ് കാരണം നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് കാണും, നല്ല വെളിച്ചം കാണാനുണ്ടായിരിക്കും. ഞാനുണ്ട് എൻ്റെ ആം റെസ്റ്റ് നല്ല രസമായിട്ട് ഇങ്ങനെ വെച്ച് വണ്ടി ഓടിക്കാൻ നേരത്തെ ഇങ്ങനെ ഇരിക്കുക. ഇവിടുന്ന് സ്റ്റാർട്ടാക്കാം. നല്ലൊരു ഗ്ലൗ ബോക്സ്. ഇത് ആം റെസ്റ്റിനടിയിൽ നല്ലൊരു സ്പേസ് ഉണ്ട്. പേഴ്സും നമുക്ക് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്ന ആം റെസ്റ്റിന് മുമ്പിൽ നമുക്ക് ഈ ഏരിയ മൊത്തത്തിലൊരു നമ്മുടെ ക്ലാസി ഫിനിഷാണുള്ളത്. നല്ല പോഷായിട്ട് നല്ല ക്ലാസി നമ്മുടെ ഷൈനി ബ്ലാക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പാർക്കിങ്ങിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൺ ഓഫ് ചെയ്തിട്ട് നമ്മുടെ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് മോഡ് ഇവിടെ വരും. ഇവിടെ നമ്മുടെ ടിൽറ്റ് മോഡ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഡ്രൈവ് മോഡിൻ്റെ ബട്ടൺസ് ഇതെല്ലാം വന്നിട്ട് 2 ഗ്ലാസ് ഹോൾഡർ തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുമ്പിൽ വയർലെസ് ചാർജിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സൂപ്പർ. അതിനും കൂടുതലാണ് ഇതാണ്ട് ഇത് അടിയിൽ കണ്ടോ. ഇത് ഐ ക്യാൻ കീപ്പ് എനിത്തിങ് ഇമ്പോർട്ടൻറ്റ് ഇയർ. 2 ഫ്ലോർ സെക്ഷൻ കൊടുക്കും. അപ്പോൾ നമുക്കിവിടെ കൂടുതൽ ഐറ്റംസ് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് AC ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കിക്കോ, ഈ ഏരിയയിൽ ഒരു നല്ലൊരു പ്രീമിയം ലുക്കാണ് ഇത് കൊടുത്തേക്കുന്നത്. ക്രോമും അല്ല ഗ്രേയും അല്ല, രണ്ടിൻ്റെ സെൻറ്ററിലൊരു കോമ്പിനേഷനിലാണ് നമുക്ക് AC-യുടെ വെന്റിലേറ്റേഴ്സിന് വേണ്ടി സറൗണ്ടിങ് കൊടുത്തേക്കുന്നത്. ഈ ബട്ടൺസ് നല്ല പ്രീമിയം ലുക്കായിട്ട് ടച്ച് ആക്കുമ്പോൾ നല്ലൊരു ഹാർഡ്നെസ് ഇല്ലാത്തൊരു ഇതാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ മുമ്പിൽ കൺസോൾ കണ്ട ഒരു സിംഗിൾ കൺസോളാണ്. അതിൽ 2 ഡാഷ്ബോർഡ്സ് വരും. ഇവിടെ നമുക്ക് മീഡിയ ഫയൽസ് എല്ലാം ഇവിടെ വരും. ഈ സൈഡ് നമുക്ക് സ്പീഡിൻ്റെയും എന്നിട്ട് നമ്മുടെ കിലോമീറ്ററും റേഞ്ചിൻ്റെയും ഒക്കെ ഡിസ്പ്ലേ ഇവിടെ വരും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ബാക്കിൽ നോക്കിയാൽ, ഓക്കെ, ബാക്കിലൊരു കാര്യം കാണിക്കാം. ഫ്രം ദേർ ലീസ്റ്റ് ഞാനിവിടെ ബാക്കിൽ ഇരിക്കുക. ഇവിടുത്തെ സെയിം ഫീലിംഗ് ആണ്, എല്ലാം ക്രോം എല്ലാം കൊടുത്തിട്ട്. ഇവിടുത്തെ എന്താ അഡ്വാൻറ്റേജ് എന്നാൽ എനിക്കിഷ്ടമുള്ള സാധനം എന്താ പറയുക, എല്ലാവരും വണ്ടി ഓടിക്കുന്നു, എല്ലാവരും ഉറങ്ങുന്നു. എനിക്കൊന്ന് ഐ ജസ്റ്റ് വാണ്ട് ടു റീഡ്. നമുക്ക് റീഡിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നോർമലായിട്ട് വി ഗെറ്റ് ഇറ്റ് ഹിയർ. ഇത് ഇവിടെ വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പോൾ യു വാണ്ട് ടു റീഡ് സംതിങ് യു കൻ ഓൺ ദിസ് ലൈറ്റ് വിത്തൗട്ട് ഡിസ്റ്റർബിങ് എനിത്തിങ്. ദിസ് ഇസ് വെരി ഗുഡ്, റൈറ്റ്? യാ. ഇനി ബാക്കിയെല്ലാം സിറ്റിംഗ് കംഫർട്ട് എല്ലാം സൂപ്പർ. ഇനി നമുക്ക് മുമ്പിൽ പോകാം. ലെറ്റ്സ് സീ യു ഇൻ മധുരൈ.
നമ്മളിപ്പോൾ ഓൺ ദ വേ ടു മധുരയിലാണ്. ഡിന്നർ ചെയ്യാൻ വേണ്ടി നിർത്തി ഹോട്ടലിനടുത്ത്. സൈഡിൽ തന്നെ നമുക്കൊരു പോയിന്റ് കിട്ടി. ഇതാ ഫ്രണ്ട്സ് നോക്ക്, ഇത് നമ്മുടെ നെക്സസിൻ്റെ ചാർജിങ് പോയിന്റ് അല്ല, ഇത് വൺ ഓഫ് ദ പാർട്ട്നേഴ്സിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്ടംപോലെ പോയിന്റ്സ് നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടീൻ്റെ ചാർജിങ് വെച്ചു, നമ്മളും പോയി ഒന്ന് ചാർജ് ചെയ്തിട്ട് ഡിന്നർ ചെയ്തിട്ട് വരാം. ലെറ്റ്സ് സീ യു ഇൻ മധുരൈ.